ഈ വീഡിയോയിൽ പാകിസ്ഥാനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു പ്രത്യേക സ്ട്രാറ്റജി, കോൾഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിൽ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഈ ഒരു മിസൈലിന്റെ മാക്സ് സ്പീഡ്, ഈ മിസൈലിന്റെ മാക്സ് സ്പീഡ് എന്നുള്ളത് സൗണ്ട് തന്നെയാണ്. അതെല്ലാം തന്നെ നിങ്ങൾ കേട്ടറിഞ്ഞതുപോലെ സൗണ്ടിന്റെ സ്പീഡ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ലൈറ്റ് സ്പീഡ് എന്ന് പറയുന്നത് പുതിയ ന്യൂ ടെക്നോളജി ത്രൂ ഈ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മൾ ഈ ലൈറ്റ് സ്പീഡ് ഉപയോഗിക്കുന്നത്. അതായത് ഈ മിസൈലിന്റെ സ്പീഡ് ലൈറ്റ് കൊണ്ട് മെഷർ ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ലൈറ്റിനേക്കാൾ 4 ഇരട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ്. ലൈറ്റിനേക്കാൾ ഒരു സ്പീഡില്ല, പക്ഷെ ലൈറ്റ് സ്പീഡിലാണ് അത് മെഷർ ചെയ്യുന്നത്. കാരണം അവിടെ ലേസർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ലേസർ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ലേസർ ടെക്നോളജി ത്രൂ ആണ് ഇതിന്റെ റിലേ നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിനൊരു ഗ്രേറ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഈ ഡോപ്ലർ തിയറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഒരു ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. ആ ക്യാമറ നിങ്ങളുടെ വാഹനത്തിലേക്ക് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വാഹനത്തിൽ ആ ഒരു ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ആയി ആ ക്യാമറയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അത് എത്ര വേഗത്തിലാണ് തിരിച്ചു പോകുന്നത്? ആ ലൈറ്റിന്റെ സ്പീഡിലാണ് തിരിച്ചു പോകുന്നത്. ആ ലൈറ്റിന്റെ സ്പീഡിൽ തിരിച്ചു പോകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വെഹിക്കിൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓവർ സ്പീഡ് ആണെന്നുള്ള ഒരു വിഷയം ഡിറ്റക്ട് ചെയ്യുകയും ഈ ഡോപ്ലർ എഫക്ട് രീതിയിലാണ് ലേസർ ലൈറ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ റഡാറിലേക്ക് വരുന്ന കോർഡിനേറ്റ്സിനെ നമ്മൾ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് കണ്ടെത്തുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിൽ ചില സ്ഥലങ്ങളിൽ ലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് സൗണ്ടിന് പകരം. ഈ മാക് എന്ന് പറയുന്നത് സൗണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു കറക്ഷൻ ഇവിടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് ആ കറക്ഷൻ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തിരുന്നു. അവർക്ക് ഞാൻ എന്റെ നന്ദിയും കൂടെ രേഖപ്പെടുത്തുന്നു. ഈ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മെത്തേഡാണ്. ഇന്ത്യയുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഈ പെഹൽഗാമിൽ ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യൻ ആർമി INS വിക്രാന്ത് എന്താണ് ചെയ്തത്? INS വിക്രാന്ത് കൊൽക്കത്ത പോർട്ടിൽ നിന്നും നേരെ എടുത്ത് കറാച്ചി ഭാഗത്തേക്കാണ് നീങ്ങിയത്. അപ്പൊ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? പാകിസ്ഥാൻ പെട്ടെന്ന് തന്നെ കറാച്ചി ഭാഗത്ത് ഒരു നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കുറച്ച് ഡ്രില്ലും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടത്തിയത്. ഇതേപോലെ ഡ്രില്ലുകൾ ഇനി തുടരെ പാകിസ്ഥാൻ നടത്തേണ്ടി വരും. ഇന്ത്യ ശരിക്കും കറാച്ചിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അതാണ് കൃത്യമായിട്ടുള്ള സ്പോട്ട്. ഇന്ത്യ ഈ ഒരു LOC അഥവാ ഈ ഒരു പാക് ഒക്കുപൈഡ് കശ്മീർ ആ ബോർഡർ ലൈൻ ഓപ്പൺ ബോർഡർ ശ്രദ്ധിക്കുന്നതിന് പകരം അവിടെ കൃത്യമായിട്ടുള്ള റിറ്റാലിയേഷൻ ഒരുക്കും. കൃത്യമായിട്ട് റിറ്റാലിയേഷൻ ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ INS വിക്രാന്ത് പോലത്തെ നമ്മളുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ഈ കറാച്ചി സൈഡ് വിസിറ്റ് ചെയ്യും. ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് പാകിസ്ഥാന്റെ ഒരു ബാലൻസ് തെറ്റിക്കുക. പാകിസ്ഥാൻ അവർ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. കാരണം കറാച്ചി സൈഡിൽ INS വരുന്നുണ്ട്, ഈ ബോർഡർ ഏരിയയിൽ ഇന്ത്യ കൃത്യമായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് തരത്തിലും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ പോകും. ഇത് തന്നെയാണ് ഇന്ത്യയുടെ കോൾഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു റിയാലിറ്റി അനുസരിച്ച് പാകിസ്ഥാന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഇന്ത്യക്ക് യുദ്ധത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ രീതിയാണ്. ഇനിയിപ്പോ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാനെ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി, അവന്മാര് സ്വയമേ നശിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ അവിടെ പോകുന്നത്. അവിടെ പഞ്ചാബിനും സിന്ധിനും ഇടയിൽ റോഡ് ബ്ലോക്ക് ആണ്. ഹൈവേ ഖുറാം ഹൈവേ എന്ന് പറഞ്ഞ ഒരു ഹൈവേ ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്. അവിടുത്തെ വെഹിക്കിൾസ് മൊത്തം വെച്ചാൽ 7000 വെഹിക്കിൾസ് ഹാൾട്ട് ചെയ്തിരിക്കുകയാണ്. 7000 വെഹിക്കിൾ പഞ്ചാബിൽ നിന്നും സിന്ധിലേക്കും സിന്ധിൽ നിന്നും പഞ്ചാബിലേക്കും കടന്നു പോകാൻ പറ്റാതെ സ്ട്രക്കാണ്. എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ട് നിൽക്കുന്നത് പറഞ്ഞാല് സിന്ധ് പ്രൊവിൻസിൽ ഓൾറെഡി തന്നെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റിന്റെ കാരണം തന്നെ പാകിസ്ഥാനാണ്. ഇതിന്റെ ഇടയ്ക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്നൊരു ഇൻഫർമേഷൻ, കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ F-16 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് അത് പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. പാകിസ്ഥാൻ അതിനെ S-400 റേഞ്ചിൽ നിന്നും മാറ്റി നിർത്തണം. അതായത് ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും 400 കിലോമീറ്റർ സറൗണ്ടിങ്ങിന് അപ്പുറത്ത് കൊണ്ട് നിർത്തണം, പാർക്ക് ചെയ്യണം. അതാണ് നിലവിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ടെക്നിക്കൽ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പർപ്പസ്ഫുള്ളി ഒരു എയർ ഡിഫൻസിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് കളയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. അതിന്റെ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസ് ഇസ്രായേലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ S-400 ഒക്കെ അറ്റാക്ക് ചെയ്ത് അങ്ങനെയാണ്. അതിനെ ഡീവിയേറ്റ് ചെയ്യും, അതിന്റെ കോർഡിനേറ്റ്സിനെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്ത് കളയാൻ കഴിയും. ആ രീതിയിലുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളും ആ ടെക്നോളജി ആർജിച്ചിരിക്കുന്നു. ഇസ്രായേലൊക്കെ നിരന്തരം ഈ യുദ്ധത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും ഇതൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിന് നമ്മളുടെ S-400 മിസ്ലീഡ് ചെയ്തുകൊണ്ട് വന്ന് അറ്റാക്ക് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല. ഇന്ത്യയെക്കാളും ഒരു ചെറിയ അളവ് അവർക്ക് ഒരു ഡോമിനേഷൻ ഉണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല. അവർ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ ആക്രമിക്കും. അതാണ് അവരുടെ സ്വഭാവം. ഇന്ത്യ ഒരു ഡോമിനേറ്റഡ് പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഇവർക്ക് POK എന്ന് പറഞ്ഞ ലാൻഡ് വേണം. പക്ഷെ POKയിലെ ജനങ്ങളെ ഇവർ എല്ലാ കാലത്തും മാറ്റി നിർത്തുന്ന പരിപാടിയാണ്. ഈ ജനങ്ങളെ അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചേർത്തിട്ടില്ല, ഇപ്പോഴും ചേർത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും പാകിസ്ഥാന്റെ പാർലമെന്റിൽ നിന്നും ഒരാളെ അപ്പോയിന്റ് ചെയ്യും. ഈ POKയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ അത് POKയിൽ ഇലക്ഷൻ നടത്തി വരുന്ന ആളല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് മെയ് 1-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇന്ത്യ ആക്രമണം നടത്തുക എന്നുള്ളൊരു നിഗമനമാണ് അവരുടെ സൈഡിലുള്ളത്. പക്ഷെ ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല. ഇന്ത്യ ഉദ്ദേശിക്കുന്നത് വേറെ രീതിയാണ്.
ഇന്ത്യ നൈസിന് ഇവരെ കൊണ്ട് പൂട്ടും. ഇവർക്ക് കിട്ടുന്ന സാമ്പത്തിക സഹായം എല്ലാം തന്നെ നിർത്തുന്ന പരിപാടികളെല്ലാം ഇന്ത്യ ചെയ്യും. ഇവർക്കൊരു നയാ പൈസ സഹായം കിട്ടാത്ത രീതിയിൽ ഇവരെ വീണ്ടും തച്ച് തകർക്കുന്ന ഏർപ്പാട് ഇന്ത്യ ചെയ്യുക തന്നെ ചെയ്യും. ഹാഷിം മൂസ, ഈ ഹാഷിം മൂസ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ 4 ഭീകരന്മാരിൽ ഒരാളുടെ പേരാണ് ഹാഷിം മൂസ. ഈ ഹാഷിം മൂസ പാകിസ്ഥാൻ പൗരനാണെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാന്റെ ആർമിയിൽ പണിയെടുത്തിരുന്ന ആളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ISIന്റെ ഏജന്റ് ആണെന്നാണ് ഇപ്പൊ പൊതുവിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവനെയൊക്കെ ജീവനോടെ പിടികൂടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത്. ഗ്രീസുമായിട്ട് ഡിപ്ലോമാറ്റിക് ലെവൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോവാണ്. ഗ്രീസും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണെന്നാണ് പൊതുവിൽ വാർത്തകൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ചർച്ചയുടെ വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് തുർക്കിയിലെ തയ്യബ് എർദോഗൻ യു-ടേൺ അടിച്ചിട്ട് പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാനിന് ഒരു ആയുധങ്ങളും സപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്. ഇന്ത്യക്ക് പാകിസ്ഥാൻ എങ്ങനെയാണോ അതുപോലെയാണ് ഗ്രീസിന് തുർക്കി. അതുകൊണ്ട് ഇന്ത്യ ഗ്രീസ് ബന്ധം തുർക്കി ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ഇന്ത്യൻ ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കോ ഡയലോഗിനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല, ഇതുവരെ വിട്ടയച്ചതുമില്ല. എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ പാകിസ്ഥാൻ അവിടെ നിന്ന് ഈ ഒരു ജവാനെ വിട്ടയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്ര എളുപ്പത്തിൽ പാകിസ്ഥാൻ വിട്ടയക്കുമെന്ന് തോന്നുന്നില്ല. പാകിസ്ഥാൻ POKയില് സ്കർദു എയർബേസിൽ 20 എയർക്രാഫ്റ്റുകൾ കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഹോറിന്റെ ഭാഗത്ത് 40 എയർക്രാഫ്റ്റുകൾ കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചൈനീസ് എയർക്രാഫ്റ്റുകളാണ് അവിടെ നിർത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് F-16 കൊണ്ടുവന്നത് കൊണ്ടാണ് അമേരിക്ക അലേർട്ട് ചെയ്തത്. അതായത് നമ്മൾ മനസ്സിലാക്കണം, അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് ആരുടെ കയ്യിലുണ്ടെങ്കിലും അതിന്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിലായിരിക്കും. അതാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് F-35 അമേരിക്ക ഓഫർ ചെയ്തായിരുന്നു. അതുമായിട്ട് ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ഒരു ചെറിയ ജസ്റ്റിഫിക്കേഷൻ, F-35 മേടിച്ചാലും കൺട്രോൾ അമേരിക്ക കൊണ്ടു നടക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇടയ്ക്കിടയ്ക്ക് ഒരു INS വിക്രാന്തിനെ വെച്ചിട്ട് കറാച്ചിയുടെ ഭാഗത്തേക്ക് പോകും. ഇതിനകത്ത് 2 ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യ ടാർഗറ്റ് ചെയ്യേണ്ട 2 സ്ഥലങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, 1 കറാച്ചി, 2 ബിവൽപൂർ. ഈ ബിവൽപൂരിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ജയ്ഷ് അതേപോലെ തന്നെ ലഷ്കർ, ഈ 2 കൂട്ടരെയും ഒരുമിച്ച് പൊട്ടിച്ച് കളയാൻ പറ്റും. ഈ ബിവൽപൂർ ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം അതാണ്. അത് ഭീകരന്മാരുടെ കൊള്ളസങ്കേതമാണ് ബിവൽപൂർ. അടുത്തത് POK ഭാഗത്ത്, അതായത് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാനിലും ആസാദ് കശ്മീർ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ പ്രതിഷേധമാണ്. പൊതുജനങ്ങളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പല രീതിയിലുള്ള സന്നദ്ധ സംഘടനകൾ ഇതെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് തന്നെ അവിടെ പ്രൊട്ടസ്റ്റ് ഓൾറെഡി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. മിലിറ്ററി ആയുധങ്ങളായിട്ടുള്ള ഈ ആർട്ടറി ഗൺസ് ആയിക്കോട്ടെ, ഇതേപോലത്തെ ഹോവിറ്റ്സേഴ്സ്, ഇതെല്ലാം തന്നെ നിങ്ങൾ ജനങ്ങളുടെ സൈഡിൽ നിന്ന്, സിവിലിയൻസിന്റെ സൈഡിൽ നിന്ന് മാറ്റി പാർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ രീതിയിൽ തുടങ്ങി വലിയ രീതിയിലായിരിക്കുകയാണ് ഇപ്പം. ഈ പ്രതിഷേധം എന്താണ് ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ, അവർക്ക് ഫ്രീഡം വേണമെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യം വേണം അവർക്ക്. പാകിസ്ഥാന്റെ ഒരു രീതിയിലുള്ള കൺട്രോളും ആ ഭാഗത്ത് വേണ്ടെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പലതവണയായിട്ട് ഈ പ്രതിഷേധം അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം എപ്പോഴെല്ലാം പാകിസ്ഥാൻ കൂടുതൽ അവിടെ അടിച്ചമർത്തുന്നോ ആ സമയത്തെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് എപ്പോഴാണ് തുടങ്ങി പറഞ്ഞാൽ, ഇവര് ഇൻഡസ് വാലി റിവർ അതിലെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ഇൻഡസ് വാലി റിവറിനെ ഇവർ ഡൈവേർട്ട് ചെയ്ത് പഞ്ചാബിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ അവിടെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ നടത്തിയത്. ഇവർ അതിനുള്ള ചാർട്ടും കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ മീഡിയാസിലേക്ക് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇത് ശരിക്കും ഈ ഒരു POK മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഷിയ മുസ്ലിംസ് ആണ്. ഈ ഷിയ മുസ്ലിമിനെ ഒരിക്കലും പാകിസ്ഥാനിലെ സുന്നി മുസ്ലിംസ് ഈക്വൽ റൈറ്റോട് കൂടി ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇവരുടെ പരാതിയല്ല, അത് സത്യസന്ധമായ കാര്യമാണ്. ഈവൻ അവർ മുസ്ലിം ആയാൽ പോലും അവരെ ഒരു 2nd ക്ലാസ് അല്ലെങ്കിൽ ഒരു 3rd ക്ലാസ് സിറ്റിസൺ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നു. ഇതിനേക്കാൾ മോശപ്പെട്ട ലെവലിലാണ് അഹമ്മദിയ മുസ്ലിംസിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പാകിസ്ഥാന്റെ ഉള്ളിൽ. ബലൂചിസ്ഥാൻ മേഖലയിൽ 6 മിലിറ്ററി വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. BLA, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിനെ പേടിച്ചിട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഓഫീസേഴ്സ് റിസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. അല്ലാതെ ഇന്ത്യയുടെ ആക്രമണമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധമോ ഇതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവിടെ ഓൾറെഡി തന്നെ ഉള്ളിൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്, പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിന് ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം പിടിച്ചെടുക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അഫ്ഗാനിസ്ഥാൻ പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു അരക്ഷിതാവസ്ഥ, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി എത്രമാത്രം കത്തിപ്പടരുന്നു എന്നുള്ളതാണ് ഇന്ത്യ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യ ഒന്നും ചെയ്യേണ്ട, പാകിസ്ഥാൻ സ്വയമേ നശിക്കും. അതാണ് ഇപ്പൊ നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത അൺഒഫീഷ്യലായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്, പാകിസ്ഥാന്റെ മിലിറ്ററി പാകിസ്ഥാന്റെ ഭരണം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയിലെ ശ്രമങ്ങളൊക്കെ നടത്തുന്നതായിട്ട് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. പാകിസ്ഥാനാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഞാനും അത് മോണിറ്റർ ചെയ്തിരിക്കുകയാണ്. ഏത് മൊമെന്റിലെ വാർത്ത വന്നാലും നമ്മൾ അത് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.